Hey my angels, and I'm Aishwarya and welcome to our channel Bush with Ash and welcome to yet another vlog, travel vlog. Okay, അപ്പോൾ അങ്ങനെ നമ്മൾ 2 ആഴ്ചത്തെ വെക്കേഷൻ കൊണ്ടിട്ട് നമ്മൾ നാട്ടിൽ വന്നേക്കാണ്. 1, 2, 3 and 4 മാത്രമേ വന്നിട്ടുള്ളൂ. അമ്മ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞാൽ നിങ്ങൾ ഇപ്രാവശ്യം പോയിക്കോ, ഞാൻ വീട്ടിലിരുന്നോളാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളോടത്ത് ഓക്കെ ആയിക്കോട്ടെ, അമ്മ കംഫർട്ടബിൾ ആണ് അവിടെ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ. അപ്പൊ പിന്നെ അനുണ്ട്, നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പാർട്ട്മെന്റില്, അപ്പൊ പിന്നെ കുഴപ്പമില്ല, അവിടെ സേഫ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ 4 പേരും കൂടി 2 ആഴ്ചത്തെ വെക്കേഷന് വന്നേക്കാണ്. എന്താ പറയാ, ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ചർച്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ നാളായിട്ട് 4 പേരും കൂടി എങ്ങും പോയിട്ടില്ല അല്ല ഏട്ടാ. ഏട്ടന്റെ ഫ്രണ്ട്സും ഞാനും എന്റെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പലയിടത്ത് പോകാറുണ്ടെങ്കിലും നമ്മൾ 4 പേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേ മാതിരി എങ്ങും പോയിട്ടില്ല. അപ്പൊ 2 ആഴ്ച മുന്നേ നമ്മൾ ചെന്നൈയിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയാ പോയെ, കിരണിന്റെ ഫ്രണ്ട്സിനെ. അത് നമ്മൾ ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച വന്നു. അപ്പൊ അങ്ങനെ ഒരു റിലാക്സിങ് സ്റ്റേയോ അങ്ങനത്തെ ഒന്നും സംഭവത്തിലൊന്നും അല്ല നമ്മൾ പോയിരുന്നത്. ഇങ്ങനെ ഒരു നമ്മൾ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ട് കുറെ നാളായിട്ടോ. അപ്പൊ എന്തായാലും 2 ആഴ്ചത്തേക്ക് കണ്ണപ്പൻ ലീവുമാണ്. എന്നാ പിന്നെ നമുക്ക് ഓർത്ത് അന്ന് എവിടെയെങ്കിലും പോവാലോ എന്ന് ചോദിച്ചിട്ടുള്ള പ്ലാനിലാണ് നമ്മൾ വന്നത്. സോ നമ്മൾ ഇന്ന് പോകുന്നത് മൂന്നാർക്കാണ്. മൂന്നാറിലെ പറക്കാട് നേച്ചർ റിസോർട്ട്സിലേക്കാണ് പോകുന്നത് അല്ലേട്ടാ. എന്താണ് എന്റെ 2 വാക്ക് പറയാനുള്ളത്? എന്താണ് എന്റെ 2 വാക്ക് പറയാനുള്ളത്? എന്തെങ്കിലും എക്സൈറ്റഡ് ആണെന്നൊക്കെ പറയട്ടെ അങ്ങോട്ട്. എന്നെ എക്സൈറ്റഡ് അല്ലെന്നോളൂ സാധനം. അപ്പൊ നമ്മള് എന്താ പറയാ, ഞങ്ങൾ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു കറക്റ്റ്. നമുക്ക് ചെക്ക് ഇൻ ടൈം വന്നിട്ട് 2 o'clock ആണ്. അതുകൊണ്ടാണ് നമ്മൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ കല്യാണത്തിനൊക്കെ മുന്നേ ഞങ്ങൾ സ്ഥിരം വരുന്ന ഒരു റൂട്ടായിരുന്നു ഇത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ സിസ്റ്റർ ചേച്ചി വന്നിട്ട് അടിമാലിയിലാണ് താമസിക്കുന്നത്. താമസിക്കുന്നത് അവര് ഫാമിലി ഇപ്പോൾ അവിടെ തന്നെയാണ്. അമ്മയുടെ സിസ്റ്റർ ഇല്ലെന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മള് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഈ അടിമാലി. മൂന്നാർ വരെ നമ്മൾ അങ്ങനെ പോകാറില്ലെങ്കിലും അടിമാലി, തൊടുപുഴ, റിലേറ്റീവ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ വരുന്ന റൂട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, വഴി കുറെ മാറി. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു തവണ എന്തോ ഈ വഴി വന്നിട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ ഈ വഴി വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ വരുന്ന വഴി മുഴുവനും റോഡ് വൈഡൻ ചെയ്യണ പണിയിലാണ്. മൊത്തം അതുകൊണ്ട് പയ്യെ സ്ലോ ആയിട്ടാണ്. അതുകൊണ്ട് ചെറിയ ഡിലേ ഉണ്ട് നമ്മൾ എത്താൻ വേണ്ടിയിട്ടും ഒക്കെ. അപ്പൊ ഫുൾ റോഡ് പണിയാണ്. മീൻസ് നമുക്ക് ഈ മലയുടെ ഇടയിൽ കൂടെയുള്ള വഴികൾ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സൈറ്റഡ് ആണ്. നമ്മളപ്പോ പറക്കാട് നേച്ചർ റിസോർട്ട്സില് ഒരു 2 nights and 3 days അല്ല കേട്ടോ, അങ്ങനത്തെ ഒരു സ്റ്റേ ആണ് പോകുന്നത്. മൺഡേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുവാണ് ആൻഡ് വെനസ്ഡേ നമ്മളുടെ ചെക്ക് ഔട്ട്. സോ മച്ച് എക്സൈറ്റഡ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം. മീൻവൈ ഈ കുഞ്ഞുങ്ങളും ഭയങ്കര ഉറക്കമുണ്ട് ഇവിടെ. കുറെ നേരം എണീച്ചിരുന്നു, ഒരു 1.5 മണിക്കൂറോളം എണീച്ചിരിക്കുകയായിരുന്നു. പിന്നെ സ്നാക്സ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പുണ്ടല്ലോ രണ്ടിനും കൂടി. നല്ല ഉറക്കമാണ് കേട്ടോ. എനിക്ക് പറഞ്ഞ ഇവര് ഉറങ്ങുന്നതാ നല്ലത്. കണ്ണു തുറന്നിരുന്ന പൊരിഞ്ഞടിയാണ്. എന്റെ ദൈവമേ ഒന്നും പറയണ്ട. അടിപിടി സോൾവ് ചെയ്യാനാണ് സത്യം പറഞ്ഞ നമുക്കിവിടെ വണ്ടിക്കകത്ത് ടൈം. നമ്മളിങ്ങനെ കുറെ മീൻ കാണില്ലേ, ഫോട്ടോ എടുക്കണേ മുന്നേ ഉള്ള ആ ബഹളമില്ല. അതിന്റെ അപ്പുറമാണ് ഇങ്ങനെ ത്രൂ ഔട്ട്. അത് നിന്റെ അല്ല, അത് എന്റെ ആടാ, നീ തൊട്ട് പോലെ ഇത് എന്റെ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പൊരിഞ്ഞ്. എനിക്ക് തരുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, ഷെയറിങ് ഇസ് കെയറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം പ്രശ്നമാണ്. അപ്പൊ ഞാനൊന്ന് ഉറങ്ങുമോ എന്ന് ചോദിച്ചു. ഉറങ്ങുമോ കുറച്ചു നേരം. അടിപിടി സോൾവ് ചെയ്യും. നമ്മള് റിലാക്സേഷന് പോകുന്നതുകൊണ്ട് തുടക്കത്തിനെ കൂടിയ മുതലേ അടിപിടി ബഹളമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവനങ്ങനെ അതാണ് അതിന്റെ രീതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപിടി ഇല്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെന്നല്ല നമ്മൾ പിള്ളേരുടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അറിയും കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തൊരു ശാന്തത അല്ലാട്ടോ. ആകെ ഇത് പെട്ടെന്നൊരു സൈലൻസ്. 2 പേരും ഉറങ്ങിയപ്പോ അതിന്റെ ഒരു ശാന്തത. അയ്യോ, ഇത് ലോട്ട് ഓഫ് ടീ പ്ലാന്റേഷൻസ്. എന്തിന്റെ സ്ഥലം? ടാറ്റയുടെ സ്ഥലം തന്നെ. അയ്യോ, നല്ല രസം. തിരക്കാണ്. നമ്മൾ എത്താറായ ഒരു 5 minutes കൂടി കാണിക്കണുള്ളൂ. കൊറേ കൊല്ലങ്ങള് മുന്നേ, കൊറേ കൊല്ലം പഠിച്ചുകൊണ്ടൊക്കെ നിങ്ങളുടെ 10th +2 അങ്ങനെ എന്തെങ്കിലും സമയത്തൊക്കെ ഈ ഭാഗത്തേക്ക് ഞാൻ വന്നേക്കുന്നത്. ഭയങ്കര നൊസ്റ്റു അടിച്ചൂടാ. ഞാൻ നൊസ്റ്റു അടിച്ചിട്ടാ നൊക്ലാച്ചിയ അതൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് പറഞ്ഞ മനസ്സിലാവും. നീ വളർന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. ഒരു മിനിറ്റ്. മൂന്നാറിന് പണ്ടത്തെ തണുപ്പൊന്നും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ബിക്കോസ് നമ്മൾ ഗ്ലാസ് താഴത്ത് ചെക്ക് ചെയ്തിട്ടില്ല. ഓ മൈ ഗോഡ്, ഭയങ്കര പണി.
തണുപ്പ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല, നമുക്ക് അറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കസിൻസിന്റെ വീട്ടിൽ വരുന്ന തണുപ്പൊന്നും ഇപ്പൊ ഇല്ലെന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞത്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മൂന്നാറിന് പഴയ തണുപ്പുണ്ടോ എന്നുള്ളത്. യെസ്, അങ്ങനെ നമ്മൾ പറക്കാട് റിസോർട്ട്സിലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, ഫൈനലി നമ്മള് പാലക്കാട് റിസോർട്ട്സിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് പോവാം, ചെക്ക് ഇൻ ചെയ്യാം. ഇപ്പൊ എത്ര മണിയെന്ന് അറിയാം? 2 മണിയായി നമ്മൾ എത്തിച്ചേ. ഹായ് കുട്ടികളെ, എക്സൈറ്റഡ് ആണോ? ഇവിടെ ഇവരുടെ പാലക്കാട് ജ്വൽസിന്റെ കിയോസ്ക് മാതിരിയൊക്കെയാണ് കേട്ടോ. പ്രോപ്പർട്ടി ഇതാണ്. നമ്മള് ചെക്കിനൊക്കെ ചെയ്തു, ചട്ടപ്പട്ടങ്ങനെ ചെക്കിൻ കഴിഞ്ഞു. നമ്മുടെ റൂമിലേക്ക് പോവാണ്. വി ആർ വെരി ഹംഗ്രി. 10 to 14 അങ്ങനത്തെ ടൈമൊക്കെ. സോ നമുക്ക് റൂമിൽ പോയിട്ട് റൂം കണ്ടിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്യുകയാണ്. സോ നമ്മൾ ആസ് യൂഷ്വൽ വീട് റൂം നമ്മൾ ഓക്യുപ്പൈഡ് ആവണ മുന്നേ അടിപൊളി ഒരു റൂം ദിസ് ടൈം ഇറ്റ്സ് സ്പെഷ്യൽ. വെരി സ്പെഷ്യൽ. This is our room for this is our home for next 2 days അല്ലേ? 3 days. ഇത് അടിപൊളി. നമുക്ക് ചാടി ഇങ്ങനെ വീഴാൻ വേണ്ടി തോന്നുന്നുണ്ട് കേട്ടോ. ഷോറൂം എനിക്ക് ഇങ്ങനെ കിടക്കണോ, ഇന്ന് റെസ്റ്റ് ചെയ്യും. 2-3 ദിവസത്തേക്ക് ഞാൻ അടിച്ച് പൊളിക്കൂടെ. ഉണ്ട് എല്ലായിടത്തേക്ക് പോകുമ്പോഴത്തേക്കും എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കിടിലൻ വ്യൂ ആണ്. ടീ പ്ലാന്റേഷൻ നോക്കടാ മോനെ, നോക്ക് മക്കളെ, നോക്ക് എന്തൊരു വ്യൂ ആ നോക്ക്. ഓ മൈ ഗോഡ്, അടിപൊളിയല്ലേട്ടാ. ഇനി ഇവിടത്തെ വ്യൂ നമ്മൾ കഴിഞ്ഞു. ഇനി ഇവരുടെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള പല കോഫി, ടീ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നമ്മളുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള നല്ല വാർഡ്രോബ് ഉണ്ട്, ഹെയർ ഡ്രയർ, അയൺ ബോക്സ്, എവറിത്തിങ്, ഓൾ എസെൻഷ്യൽസ്. ആസ് യൂഷ്വൽ വി ഹാവ് എ മിനി ഫ്രിഡ്ജ്. ഇവിടെ ലോക്കർ ഫെസിലിറ്റി, TV. പിന്നെ നമുക്ക് ഇവിടെ റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്, ചെയർ ഉണ്ട്, ടീപോൾ, ടേബിൾ, വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ നല്ല അടിപൊളി സോഫ ഉണ്ട്. ഞാൻ ഈ സോഫയൊക്കെ നോക്കിക്കൊള്ളാം എന്നാ. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് ഒരു ബാൽക്കണി പോലെ ഉണ്ട്. ഇതാണ് ഇതിന്റെ പ്രോപ്പർ വ്യൂ. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ടേബിളൊക്കെ ഇട്ട് ചെയറൊക്കെ ഇട്ടിട്ട് കോഫി സെറ്റപ്പ് ആക്കാം. പക്ഷെ മങ്കി ഉള്ളതുകൊണ്ട് നമുക്ക് തുറക്കാൻ പാടില്ല. ഇതാണ് വ്യൂ. ഓ മൈ ഗോഡ്, വ്യൂവിന് കൊടുക്കാം. എന്റെ അമ്മയെ ഭയങ്കര ഭംഗിയാണേ. ഈ പിള്ളേരൊക്കെ ഇവിടെ ഭയങ്കര അധികം എക്സൈറ്റഡ് ആയിട്ട് വിളിച്ചു കിടക്കണം. ഉണ്ണിക്കുട്ടി അല്ലേടാ, എങ്ങനെയുണ്ട് റൂം? പോടാ, ഓ ബോധം കെട്ട് വീണ്. ഇനി എനിക്കിവിടെ വന്നിട്ട് ഭയങ്കര അധികം മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കൂ വി ഹാവ് ജക്കൂസി. ഞങ്ങൾ അതിലും വളരെയധികം എക്സൈറ്റഡ്. ബിക്കോസ് നമ്മൾ പല പ്രോപ്പർട്ടീസിലും റിസോർട്ട്സിലും താമസിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യമായിട്ടാണ് ജക്കൂസി നമുക്ക് റൂമിൽ കിട്ടിയേക്കുന്നത്. ഭയങ്കരധികം എക്സൈറ്റഡ് ആണ് കുട്ടികളാണെങ്കിലും ഞങ്ങളാണെങ്കിലും. ബിക്കോസ് ടബിൽ തന്നെ നമ്മൾ വളരെ റെയറായിട്ട് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. സോ ദിസ് ഇസ് ജക്കൂസി ആൻഡ് സോ മച്ച് എക്സൈറ്റഡ്. ആൻഡ് ഇവിടുത്തെ വ്യൂ തന്നെ വീണ്ടും ടീ പ്ലാന്റേഷൻ ആണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എൻജോയ് ചെയ്യാം. അതും ടീ പ്ലാന്റേഷൻ ആണ്, വിച്ച് ഇസ് ഓസം. വാഷ്റൂം നമുക്ക് കാണാം. ഇതിലെന്ന് പറഞ്ഞാൽ സോ ഗുഡ്. ദിസ് ഇസ് ലിറ്ററലി ലക്ഷറി ഇൻ എ വേർഡ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ദ റൂം ഇസ് സോ ഹ്യൂജ്. നല്ല വലിയ റൂം, ഭയങ്കര സ്പേഷ്യസ്, നിറച്ച് സൺലൈറ്റ്, കിടിലൻ വ്യൂ ആൻഡ് ഇറ്റ് ഇസ് സ്ക്രീമിങ് ലക്ഷറി ആൻഡ് റോയൽ ഫിനിഷ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. അപ്പം നമ്മളെല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായ റൂം കണ്ടപ്പോഴത്തേക്കും. എങ്ങനെയുണ്ട്? അച്ഛോ, എൻജോയ് ചെയ്യുന്നുണ്ടോ? തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? എനിക്ക് ഈ മുറിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിന്റെ എല്ലായിടത്തും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതും വന്നിട്ട് ടീ പ്ലാന്റേഷന്റെ വ്യൂ ആണ്. വിച്ച് ഇസ് സോ ഗുഡ്. പച്ചപ്പും ഹരിതാപവും കാരണം കണ്ണിന് ഭയങ്കര സുഖം. ഓക്കെ, എങ്ങോട്ട് എവിടെ തിരിഞ്ഞാലും ഏത് എന്താ നമ്മളിത് കേർട്ടൻസ് ഓപ്പൺ ചെയ്താലും ഫുള്ളും ടീ പ്ലാന്റേഷൻസിന്റെ ഒരു വ്യൂ ആണ്. ഏട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ അല്ലേ? ഒരു രക്ഷയില്ല. ഭയങ്കര ഭംഗിയും
ലക്ഷറി. നമുക്ക് എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് കിടക്കാം. അതെ, നമുക്ക് യൂഷ്വലി ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ 4 പേരും കൂടി എവിടത്തെ കട്ടില് കൊള്ളത്തില്ലെന്നതാ. പക്ഷെ നമുക്കിത് ഈസി ആയിട്ട് കിടക്കാം അല്ലേട്ടാ, അല്ലേ? സൂപ്പർ. ഇവർക്ക് ഇവിടുന്ന് ഇവരുടെ വക തന്നെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നെന്തോ ഓഫ് റോഡ് അല്ലേട്ടാ, ഓഫ് റോഡ് ട്രക്കിംഗ്, ജീപ്പ് സഫാരി ഉണ്ട് 3:30 തൊട്ട്. പിന്നെ പൂൾ 7 to 7 ഓപ്പൺ ആണ്. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പൊ വി ആർ ഗോയിങ് ടു ഹാവ് ഗുഡ് ടൈം ഫോർ ഷുവർ. സോ അതിന് മുന്നേ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ബിക്കോസ് സോ ഹംഗ്രി. 2:45. സോ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. യെസ്, അങ്ങനെ നമ്മള് ഡ്രസ്സൊന്നും മാറിയൊന്നുമില്ല, നമുക്ക് വിശക്കുണ്ട്. അപ്പൊ നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. കരിഞ്ഞ എല്ലാവരും കരിഞ്ഞ നിനക്ക് വിശന്നോ? Let's go. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2:30-3 മണിയായത് കൊണ്ട് തന്നെ ബുഫേ ഒക്കെ ഓവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമുക്ക് ഉണ്ടായിരുന്നത് അലാക്കാറ്റായിരുന്നു. അപ്പോൾ നമ്മൾ മെനു നോക്കിയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനുമാണ് ഞാനും വാവയും കൂടി ഓർഡർ ചെയ്തത്. പിന്നെ ഏട്ടൻ കിഴി ബിരിയാണി ആൻഡ് ഉണ്ണിക്കുട്ടിക്ക് പാസ്തയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വേറെ സ്മൂതീസും ജ്യൂസസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് ഭയങ്കര ഹാപ്പിയായി. പക്ഷേ നമ്മൾ ഇത്തിരി ട്രാവൽ ചെയ്ത് നമ്മളൊരു റിലാക്സേഷൻ വരുമ്പോഴത്തേക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫുഡ് നല്ലതല്ലെങ്കിൽ നമ്മൾ മൊത്തം അലമ്പായിപ്പോവും. ആൻഡ് ഞങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചേക്കാന്ന് വെച്ചാൽ നമ്മൾ വേറെ ഇടത്തും സ്റ്റേ ചെയ്യണത് ബാംഗ്ലൂരും നമ്മൾ ചെന്നൈയിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ നാട്ടിൽ കുറച്ച് ഓപ്ഷൻസ് കുറവാണ്. ബട്ട് ഇത്തവണ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒത്തിരി ഓപ്ഷൻസും ഉണ്ട്, നല്ല യമ്മി ഫുഡും ആയിരുന്നു. യെസ്, അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ടോ. ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്താ പറയാ സ്വിമ്മിങ് പോകാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഴ പെയ്യുന്നുണ്ട്, അതാണ് ഇതിനേക്കാളും വലിയൊരു പ്രശ്നം. ഇന്ന് നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ ട്രക്കിംഗ് ഇന്നിപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് വന്നു. നമ്മുടെ പ്രിഫറൻസ് സ്വിമ്മിംഗ് പൂളിൽ രസിക്കുക, നമ്മൾ റിലാക്സേഷൻ ആണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഈ വന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ട്രക്കിംഗ് പോകാൻ വേണ്ടി എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും അതിനെ ഏട്ടനൊക്കെ അതിനെ നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചിരി നേരം നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോകണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാണ് പ്ലാന്. പക്ഷേ എന്താ പറഞ്ഞേ, നമ്മുടെ ഈ സാധനം മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടുള്ളൂ അല്ല ഉണ്ണി? എന്താ ഇവിടെ പറഞ്ഞത്? എൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ചത് പറഞ്ഞേ, നീ റൂമിൽ പോയിട്ട് ഒന്ന് കിടക്കണം. വേട്ടൻ അങ്ങോട്ട് കിടക്കാൻ വയ്യ അങ്ങോട്ട് കാരണവർക്ക്. ഹലോ, ഗുഡ് ഈവനിങ് എവറിബഡി. വലിയ പ്ലാൻസ് ഒക്കെ ഇട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി കളഞ്ഞു കേട്ടോ. ഞങ്ങൾ എല്ലാവരും റെസ്റ്റ് എടുക്കാന്ന് ചോദിച്ചിട്ട് എല്ലാരും കൂടി കിടന്ന് ഉറങ്ങിയില്ല. എന്നാലും ഞങ്ങള് ചേട്ടന്റെ രോദനം, ഈ കൊച്ചു കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ കിടന്ന് ഉറങ്ങിട്ടോ. എനിക്ക് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു ലൈറ്റായിട്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഐ നീഡ് സം റെസ്റ്റ്. പിന്നെ മഴ പെയ്തു, അതുകൊണ്ട് നമുക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മള് പൂളിൽ ഇറങ്ങണം എന്നുള്ള പ്ലാനിൽ പോയതെന്ന്. പക്ഷെ മഴ പെയ്യായിരുന്നു, അതുകൊണ്ട് നമുക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റില്ല. മഴ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കിടന്ന് രസിച്ച് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ 6:30 ഒക്കെ കഴിഞ്ഞപ്പോൾ എണീച്ചേ. നമ്മുടെ പൊന്നാനടിയേണ്ടൊരു കൊത. അപ്പൊ ഇപ്പൊ ഉണ്ണിക്കുട്ടി എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പോണ? ഉണ്ണിക്കുട്ടി പറയടാ ശരിക്കും. ചായ ഉണ്ടാക്കി തരാൻ വേണ്ടി പോണുണ്ട്. കണ്ടോ, എന്റെ കൊച്ചിനെ ഞാൻ ഗ്രീൻ ഫ്ലാഗ് ആക്കി വളർത്തണുണ്ട് ഇവിടെ അല്ലേ പോനെ? കണ്ട ചക്കരണോ? ചക്കര റിഫൈൻഡ് ചായ. താങ്ക് യു. ഓ യമ്മി ചായ ഉണ്ണിക്കുട്ടി, താങ്ക് യു സോ മച്ച്. എവിടെ ഇവിടെ സെറ്റപ്പ് ചെയ്യാണ് നമുക്ക് 4 പേർക്ക് കൂടി ചാടാൻ വേണ്ടിട്ട്. എവിടെ കാണിച്ചേ? അതെ, കൊള്ളാല്ലേ? സുഖമുണ്ടോ? സുഖം. എന്തിനാ കാണിച്ചാ? കാണിച്ചേ? അങ്ങനെ നമ്മളെല്ലാവരും സ്വിമ്മിങ് കോസ്റ്റ്യൂമിലോട്ടുണ്ട് തൽക്കാലം മാറിയേക്കുന്നത്. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ജക്കൂസിയിൽ എൻജോയ് ചെയ്യാൻ തന്നെ ഡിസൈഡ് ചെയ്തു. ഈ ഒരു ഹൈലൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ ആക്ടിവിറ്റീസിനൊന്നും പോകാത്ത കേട്ടോ. ആൻഡ് പിള്ളേർക്ക് 2 പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ 4 പേരും കൂടി യൂഷ്വലി അങ്ങനെ പൂളിൽ നമ്മൾക്ക് കിടക്കാൻ പറ്റാറില്ല. ബിക്കോസ് വാവയ്ക്ക് പൂളിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒരാളിങ്ങനെ മാറി മാറി കൂട്ടിരിക്കുകയാണ് പതിവ്. ബട്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ പേടിയൊന്നും ആവശ്യമില്ലല്ലോ. സ്പേഷ്യസ് ആണ്, നമ്മുടെ റൂമിൽ തന്നെയാണ്, അങ്ങനെ ഡെപ്ത് ഉള്ളത് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അവൾക്ക് ആ ഒരു ഫൗണ്ടൻ സൗണ്ട് ഇടുമ്പോൾ മാത്രം അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ കംഫർട്ടബിളായി. പിന്നെ നമ്മളെല്ലാവരും കൂടി അതിൻ്റെ അകത്ത് ബബിൾസ് ഒക്കെ ഇട്ട് ബബിൾ ബാത്തൊക്കെ ചെയ്ത് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
ഇപ്പൊ എത്ര മണിയായിന്നറിയോ? 8:45. ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഇന്ന് 7 to 9 ക്യാമ്പ് ഫയർ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ എല്ലാ ആക്ടിവിറ്റീസും നാളത്തേക്ക് വെച്ചേക്കാണ് അല്ലേ ഉണ്ണിക്കുട്ടാ? നാളെ നമ്മള് എല്ലാ ആക്ടിവിറ്റീസും നാളത്തേക്കാണ് വെച്ചേക്കുന്നത്. എന്തൊക്കെയാ കുറെ പരിപാടികളുണ്ട്, മനസ്സിലായോ? പൂളിലിറങ്ങുക, ട്രക്കിംഗ് പോവുക, പിന്നെന്താണ് ക്യാമ്പ് ഫയർ എല്ലാം നമ്മൾ നാളെയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. തങ്കച്ചി പാസും ഞങ്ങളിപ്പോ റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ട്. അടിപൊളി വൈഡ് റേഞ്ച് ഓഫ് ഫുഡ് ഉണ്ട്. സോ ഉണ്ണിക്കുട്ടിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്, ഞാനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അല്ലേ. രാത്രിയും നമ്മൾ ഡിന്നറിന് ചൂസ് ചെയ്തിരുന്നത് ബുഫേ തന്നെയാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും എല്ലാത്തിനും കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നിനൊന്ന് സൂപ്പറാണെന്ന് പറയില്ല, അത് തന്നെയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും പറക്കാട്ടിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് വന്ന് സ്റ്റേ ചെയ്തവരും ഇത് തന്നെയാണ് പറഞ്ഞത്. ഭയങ്കര നല്ല ഫുഡും നല്ല സ്റ്റേയും, മൊത്തത്തിൽ ഭയങ്കര ഹാപ്പി എന്നുള്ളതാണ്. അപ്പോൾ കപ്പയും മീൻകറിയും വരെ ഉണ്ടായിരുന്നു, ചോറും ജീര റൈസും, അങ്ങനെ നമുക്ക് വേണ്ടി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സും സാലഡ്സും അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കാണിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കുറേ കാണിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മളുടെ പണ്ടത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഇഞ്ചി മിഠായി, നാരങ്ങ മിഠായി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ബിക്കോസ് ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ റിസോർട്ട്സിൽ കാണുന്നത് തന്നെ, വിച്ച് ഇസ് സോ ഗുഡ്. ഡെസേർട്ടായിട്ട് നമുക്ക് റെഡ് വെൽവെറ്റ് ക്ലാസിക് ചെറി പുഡിംഗ് ഉണ്ട്, പിന്നെ പിസ്താഷ്യോ മൂസ് ഉണ്ട്, പിന്നെ കോക്കനട്ട് പേസ്ട്രി ഉണ്ട്, ബ്രെഡ് ഹൽവ, നല്ല കിഡിലൻ മാംഗോ ഐസ്ക്രീം ഉണ്ട്, പിന്നെ പൈനാപ്പിൾ കേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഇന്നാൾ എന്തൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഈ സാധനം ഒന്ന് ഇവർക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കണമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മൾ പണ്ട് മൂന്നാറിലേക്ക് വരുമ്പോൾ വോമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇഞ്ചി മിഠായി കഴിക്കുമായിരുന്നു കുറേ. പക്ഷേ അത് നുണഞ്ഞിരിക്കും, അത് ഭയങ്കര ടേസ്റ്റാണ്. അത് നമുക്ക് ഞാനും അമ്മയും അച്ഛനും കൂടിയൊക്കെ പോകുമ്പോൾ, നമ്മൾ അച്ഛനുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകണം. നമുക്ക് കസിൻസുകളുണ്ട്, വെക്കേഷനൊക്കെ നിൽക്കാൻ വരുമ്പോൾ ഞാനും അമ്മയും കൂടിയൊക്കെ നിൽക്കാൻ വരുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് വരുന്നത്. കൂടുതലും നമ്മൾ കാറിലാണ് പോയിട്ടുള്ളത്, പക്ഷേ അല്ല നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിലും പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ട്രാൻസ്പോർട്ട് ബസ്സിൽ വരട്ടെ ഈ ഹൈ റേഞ്ചിലോട്ടൊക്കെ. അപ്പോൾ ആ സമയത്ത് വോമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി വണ്ടിയിൽ കൊണ്ടാവും ഇഞ്ചി മിഠായി ഐ ലവ് ഇറ്റ്. അപ്പോൾ ഇവർക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ എന്ന് മനസ്സിൽ ആലോചിച്ചുള്ളൂ ആ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും ഇല്ലെന്നുള്ളത്. ഇപ്പോഴും മൺമറഞ്ഞ് പോയിട്ടുണ്ടോ നമുക്കറിയില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ലൈവ് കിച്ചൺ ഉണ്ട്. ലൈവ് കിച്ചൻ്റെ അകത്ത് എന്താ റോട്ടി, നാൻ, ചപ്പാത്തി. ലൈവ് കിച്ചൻ്റെ അകത്ത് വി ഹാവ് ലൈക്ക് റോട്ടി, നാൻ, ചപ്പാത്തി, ദോശ, പറാട്ട, സാമ്പാർ, എഗ് ഓപ്ഷൻസ്, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓപ്ഷൻസ്. ഉണ്ണിക്കുട്ടി എന്താണ് കഴിക്കാൻ വേണ്ടി പോണത്? ആക്ച്വലി നമ്മൾ വർക്കിംഗ് ഡേ, അതായത് മൺഡേ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൺഡേ വന്നപ്പോൾ നമ്മൾ ഓർത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത്. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങനത്തെ സംശയങ്ങൾ കുറവായിരുന്നു. ബട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ലൈഫ് കൗണ്ടറിൽ നിന്ന് ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും എടുത്തു. റൈസൊന്നും എടുത്തില്ല, ബാവയ്ക്ക് ഈ ബിരിയാണി വന്ന് ബിരിയാണി ചിക്കൻ്റെ ആളാണ്. അപ്പം അതുകൊണ്ട് രാത്രി ബിരിയാണി ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ റൈസും ചിക്കനും കൂടെ കൊടുത്തിട്ട് നമ്മളത് കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഫുഡൊക്കെ അത്യാവശ്യം നല്ല കേട്ടോ. നോക്കി മാമയ്ക്ക് ഉണ്ണിക്കുട്ടിയുടെ സ്പെഷ്യൽ ഐസ്ക്രീം കൊണ്ട് വെച്ചിട്ടുണ്ട്. അല്ല എന്ത് ഐസ്ക്രീമാണോ നിനക്ക് കിട്ടിയ? ഇങ്ങോട്ട് പോണ എല്ലാവരോടും ഒന്ന് സംസാരിച്ച് അവരെ വിഷമാക്കി ചോക്ലേറ്റ് ഐസ്ക്രീം കിട്ടുന്നുണ്ട് അല്ലേ? ഇത് കുടിക്ക് തരാൻ പറ്റും. കുറച്ച് എനിക്ക് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നതാണ്. ഇവിടെ കുറേ ഫോട്ടോ ബൂത്ത്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഡേ ടൈമിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം, നാളെ ആവട്ടെ. ഫുള്ള് മനസ്സിലായി. ഇരുട്ടായപ്പോഴത്തേക്കും ജസ്റ്റ് ഇവരുടെ ലൈറ്റ്സുകളുണ്ടാവും അവിടെയൊക്കെ. ഈ ലൈറ്റ് കാണുന്ന അവിടെ ഏതൊരു സംഭവമാണ്, റിസോർട്ട് എന്തോ സ്റ്റേ ആണ്. പക്ഷേ ഈ ഇരുട്ട് കാണുന്നത് മുഴുവൻ നമ്മളുടെ ടീ പ്ലാന്റേഷൻസ്. പക്ഷേ കുറ്റാക്കുറ്റിരുട്ടും കോടയും കാരണം ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം.
പക്ഷേ നല്ല രസമാണ് ഇങ്ങനെ വന്നിട്ട് നമുക്കിങ്ങനെ കുറച്ച് നേരം വെറുതെ ഒക്കെ നിൽക്കാം. അടിപൊളിയാണ്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നല്ല ഡിന്നറൊക്കെ കഴിച്ച് സെറ്റ് ആയതിനു ശേഷം വെറുതെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. ക്ലൈമറ്റ് അത്യാവശ്യം കൂൾ ക്ലൈമറ്റാണ്. കോൾഡ് അല്ല, ചില്ലിങ് അല്ല, കൂളാണ്. ബിക്കോസ് ഇന്നിപ്പോൾ മഴ പെയ്തത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ തണുപ്പുണ്ട്. അല്ലാണ്ട് ഞാൻ പണ്ട് വന്ന മൂന്നാറൊന്നും അല്ല. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ വരുമ്പോൾ നല്ല തണുപ്പാണ്. നമ്മൾ വീട്ടിൽ സ്വെറ്ററും സോക്സൊക്കെ ഇട്ടിട്ടാണ് നടന്നത്. അമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ വന്ന് നിൽക്കുമ്പോഴേക്കും. ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് എല്ലായിടത്തും ചൂട് കൂടിയില്ലേ. അപ്പോൾ അതൊക്കെ ഇവിടെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിന്നെ സമ്മറും കൂടി ആകുമ്പോഴത്തേക്കും പിന്നെ പറയേണ്ട ആവശ്യമില്ല. ബട്ട് ഇന്നിപ്പോൾ എനിക്ക് 2 ദിവസം മഴയുള്ളത് കൊണ്ട് ചെറിയൊരു കൂളായിട്ടിരിപ്പുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ കുറേ നേരം ജസ്റ്റ് ഒന്ന് അവിടെ പോയി കറങ്ങി രസിച്ചതിന് ശേഷം നമ്മൾ മുറിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് തുറക്കാൻ വേണ്ടി പോകണം. ബിക്കോസ് ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേ 1 വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടുമോറോ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മച്ച് എക്സൈറ്റഡ്. സോ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഞാൻ ഇതാണ് ഇപ്പം ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് എടുത്താണ്. എന്തെങ്കിലുമൊക്കെ എടുക്കുമായിരിക്കും കേട്ടോ. ഫുള്ള് ചാടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ നമ്മൾ നോട്ടമിട്ട് വരുന്നു, പക്ഷെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് നമുക്ക് പറ്റിയില്ല. Hi everybody. We are ready for what? Trekking. Yes. ദേ നമ്മളുടെ വണ്ടികൾ ഇവിടെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. Yeah, come on. Halfway through. More than half ആയിനി already. എനിക്ക് വേണ്ടിയിട്ടുണ്ട് ഞാൻ പോകാത്തത്. റോപ്പ് വാക്ക് ചെയ്ത ആളുടെ ഇന്റർവ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ആദ്യത്തെ തവണ പോയിട്ട് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട് കയ്യും കാലം പറിച്ചെന്നുള്ളതാണ് സത്യം. നമ്മളതേ ഇപ്പൊ ഇവിടെ എന്റെ തോന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറച്ച് റെസ്റ്റ് എടുക്കലിന് ശേഷം നമ്മള് ക്യാമ്പ് ഫയറിന് പോവാൻ കേട്ടോ.